സ്വാഗതം. ഗായ്സ്, ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ വേനൽ മഴയാണ് കേട്ടോ. ഫസ്റ്റത്തെ വേനൽ മഴ പെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അത് രാത്രിക്കല്ലായിരുന്നു അന്നത്തെ. വീണത്തിൽ രണ്ടാമത്തെ മഴയാ ഗായ്സ്. അപ്പം നമ്മൾ മഴയത്തത് എങ്ങോട്ടാണ് പോകുന്നതായിരിക്കും ഗായ്സ് നിങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ അടുത്തല്ല, കുറച്ച് പോകണം കേട്ടോ, കുറച്ച് പോകണേ. അപ്പോൾ കുറച്ച് നടന്നു പോകണം. നമ്മുടെ ഒരു മാവൊക്കെ ഉണ്ട്. ആ മാവ് ഇഷ്ടംപോലെ മാമ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാമ്പഴം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ വ്ളോഗൊക്കെ എടുക്കാം. അപ്പോൾ അവിടെയാണ് അവരുടെ വീടുള്ളത് കേട്ടോ. അപ്പം അവർക്ക് ഏതോ ഷെഡിൽ നിന്ന് 2 പൂച്ചക്കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അവിടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അയൽവക്കക്കാർക്കൊക്കെ പ്രശ്നമായതുകൊണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്ന് വിളിച്ച് ചോദിച്ചു. അപ്പം മഴയത്താണ് ഇപ്പം സമയം വന്നിട്ട് ഇപ്പം 5:45 കേട്ടോ. അപ്പം നമ്മൾ പൂച്ചക്കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇടി മുഴങ്ങുന്നുണ്ട്, ഇടിവാളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്ത് നമ്മൾ ത്യാഗമൊക്കെ സഹിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ മൃഗങ്ങളിൽ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ വാവാറ്റേ? ഇല്ല, കൈ പിടിച്ചോണ്ട് വരാം, അതല്ല എൻ്റെ വൈബ്. മഴ പെയ്യുന്നുണ്ട് ഗായ്സ്, അതാണൊരു വിഷയം. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങളാണ് ഒന്നും എടുത്തില്ല, പ്രിക്കോഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കേട്ട ആ ഒരു ഇതിൽ ചാടി വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കയറെടുത്തു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മുടെ പൂച്ചക്കുട്ടന്മാരെങ്ങനെയുണ്ട് എന്താന്ന് പറയാം. ചേച്ചി അപ്പോൾ വീട്ടിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെയൊക്കെ എടുത്ത് അതാ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് മുമ്പേക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പാ. ഇവരാണത്? ഇല്ല എടുക്കുന്നില്ല, ഇല്ലില്ല. നോക്കട്ടെ അതാ. അടിപൊളി അടിപൊളി ഗായ്സ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ക്യാമറയിൽ ഉൾപ്പെടുത്തലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് 2 പൂച്ചക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. ആഹാ, ഇതേ ഒരു പാണ്ടൻ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ പാണ്ടനാണ്. ഫോണിൽ വെള്ളം വീഴുന്നുണ്ട്. നോക്കട്ടെ. അച്ചടാ, മൂക്കിൽ പാണ്ടനുണ്ട്. നോക്കട്ടെ. അച്ചടാ, ചെവിയിൽ എന്തോ ഫംഗസ് ഒക്കെ പറ്റിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇവന്മാരെ നമുക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പൂച്ചേനെ ആരോ കാല് തല്ലി ഓടിച്ചൂലേ? അവരുടെ പൂച്ചേനെ. അമ്മേ വണ്ടി, അയ്യോ അച്ചോ. അവരുടെ പൂച്ചേനെ എന്തോ ആരോ തല്ലി ഓടിച്ചിട്ട് കയ്യിലേ തല്ലി ഓടിച്ച് തൂക്കിയിട്ട് അവര് അതിനെ കുഴമ്പിട്ട് തിരുമ്പോന്നാ പറഞ്ഞ. പിന്നെ ഏതോ പൂച്ചയ്ക്ക് വിഷം വെച്ച് കൊല്ലുമെന്നും പറയുന്നുണ്ട്. എന്തിനാല്ലേ ഇവരൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്ന? മറ്റേ ശേഖരനെ കാണാതായി. സത്യം നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ജീവി പിടിച്ചാണോ മനുഷ്യന്മാർ തിന്നയാണോ എന്താ സംഭവം നമുക്കൊന്നും അറിയില്ല. എങ്കിലും ദയവായിട്ട് 2 പേരെ നമുക്കിപ്പോൾ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അവന്മാർ നല്ല പേടിച്ചിട്ട് എന്തോ കരഞ്ഞ കുഞ്ഞേ. അയ്യോടാ, എന്തായാലും ഫുഡ് കഴിക്കാനായത്, അതുകൊണ്ട് സമാധാനം ഉണ്ട്. അപ്പം നമുക്ക് വേഗം കണ്ണപ്പനൊക്കെ പോലെയാണ്. അപ്പം ഇവന്മാർക്ക് 2 പേർക്കും നല്ല പേരിടണം അല്ലേ? അതന്നെ. അപ്പം 2 ക്യൂട്ട് ബേബീസ് അതന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതാണ് ഗായ്സ്. അപ്പം നമുക്ക് അവരുടെ വീട് വരെ പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. നമ്മുടെ കയ്യിലേക്ക് അതന്നെ കൊണ്ട തന്നിട്ടുണ്ട്. വാടാ. അയ്യോടാ, പാവം തോന്നുവാണ്. പാവം പൂച്ചക്കുഞ്ഞുങ്ങളില്ലേ? ഇവരെ പുഞ്ചീനെ പോലെ വിറയ്ക്കുന്നുണ്ടോ? മഴയായിട്ടായിരിക്കും. ഇവരാണെ അങ്ങനത്തെ അലറിക്കരച്ചിലോ പിടിച്ച് മാന്താൻ വരവോ അങ്ങനത്തെ ഒന്നുമില്ല. കണ്ണപ്പനെ എടുത്തോണ്ട് വന്നപ്പോഴായിരുന്നു ഗായ്സ് എന്റെ ഇപ്പോഴും അതെ കിടന്ന് അലർച്ചയാണ് ഗായ്സ്. അപ്പം നമ്മുടെ കണ്ണപ്പനല്ല, നമ്മുടെ കല്ലൂനെ ആ ജീവി പിടിച്ചോണ്ട് പോയി. അപ്പം അവൻ്റെ ഒരു മിസ്സിങ് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോഴും കൂടി ഓർക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ്. അപ്പം ഒരാൾ പോയപ്പോഴേക്കും ദൈവം നമുക്ക് 2 പേരെ നമുക്ക് തന്നുവെങ്കിലും അവൻ്റെ സ്ഥാനത്ത് ആവില്ല ഒരിക്കലെങ്കിലും. എന്താ പറയാൻ എനിക്കറിയില്ല. എന്നാലും ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ്. 2 അടിപൊളിയായിട്ടുള്ള നല്ല ക്യൂട്ട് ബേബീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇവർ നമ്മുടെ അതിഥികളാണ്. അപ്പോൾ ഇവന്മാരെ നമുക്ക് പൊന്നു പോലെ നോക്കണം. അപ്പം നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. എന്തായാലും ആരോ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും തീറ്റ നിറയപ്പോഴാണ് കൊണ്ടക്കളാം. ഞങ്ങൾക്ക് ഈ പൂച്ചേനൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ നമുക്ക് പൂച്ചേനൊക്കെ ഉപദ്രവിക്കില്ല. സത്യമായിട്ടും അങ്ങനെ മാത്രം ചെയ്യരുത് ഗൈസ്. അവർ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടില്ലേ അവരുടെ പൂച്ചേനെ അവർ ശുശ്രൂഷിച്ചോണ്ടിരിക്കുക. കൈ ആരോ തല്ലി ഓടിച്ചിട്ടാണ്. ഇപ്പൊ സത്യമായിട്ടും നമ്മള് കറക്റ്റ് നമ്മൾ അത്രയും സ്നേഹിച്ച നമ്മളിൽ ഒരാളെ പോലെയാണ് നമ്മൾ ഇവരെ നോക്കി വളർത്തുന്നത്. ആരെങ്കിലും
എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മളെ നോക്കിയിരിക്കാൻ, അതന്നെ നമ്മളെ കാത്ത് നമ്മളെ നോക്കിയിരിക്കാൻ നമ്മുടെ ആനിമൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്യുവറായിട്ടുള്ള സ്നേഹവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. സത്യമായിട്ടേ സ്നേഹിച്ചാൽ പ്യുവറായിട്ടുള്ള സ്നേഹം ഇങ്ങോട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടും. മനുഷ്യന്മാരെ പോലെയല്ല ഗൈസ്, അതിൽ നമുക്ക് എന്തായാലും പറയാം അല്ലേ. ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അത് തന്നെ, അവരുടെ ജീവൻ വേണ്ടി നമുക്ക് തരും. സത്യം സേവ് ചെയ്യും അവര്. അത്രയ്ക്കും എന്തായാലും വളരെ ലക്കിയാണ് ഗൈസ്. അങ്ങനെ ഇവന്മാരെ കൊണ്ട് നമ്മൾ ഇവന്മാർ രണ്ടുപേരും ഞാനൊന്നും തൊട്ടില്ലടാ. ദൈവമേ ബാ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ സ്ഥലമൊക്കെ പരിചയമാണ് അവർക്ക്. അതെ അതെ അണ്ണാമാരെ പോലെ ഉണ്ട്. അപ്പം ഗൈസ് നമുക്ക് വീട്ടിലേക്ക് നടക്കാം കേട്ടോ. ഇവിടെ ഫുൾ ചോലകളും മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ്. പുറത്തേക്ക് നല്ല വെളിച്ചമുണ്ട്. വീട്ടിൽ കറണ്ടും ഇല്ല. ഇരുട്ടാണ് ഗൈസ്. വിശക്കുന്നുണ്ട്. പുള്ളിയാട്ടോ, പുള്ളിപ്പൂച്ച കുഞ്ഞുങ്ങളാ. എന്റെ ഇവര് അറിയുന്ന പോലെ കൂട്ടിലിടേണ്ട വരും. അവരെ കൂട്ടിലിടണം ഗൈസ്. കൂട്ടിലിട്ട് ഫുഡൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇവരെ ഇതാക്കാം. എന്റെ ദേവി എടാ നിങ്ങൾ അടുത്തേക്ക് നിൽക്കടാ. അവർ രണ്ടുപേരും നോക്കട്ടെ. അമ്മേ ഇവരെ അമ്മയാന്ന് ഓർത്തോണ്ടെങ്ങാനാണോ? നമ്മുടെ ഒടിയനും നമ്മുടെ പുഞ്ചിരിയൊക്കെ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ബാ നമുക്ക് വരെ ഫുഡ് കൊടുത്തിട്ട് തരാം. ബാ ഗായ്സ് ഞാനപ്പോ പുഞ്ചിന്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞെട്ടിപ്പോയി. എനിക്ക് കുഞ്ഞുങ്ങളിൽ പങ്കില്ല. അതന്നെ അതന്നെ പരിചയപ്പെടാൻ വഴിയേ ഇല്ല. ഗായ്സ് അപ്പൊ നമുക്ക് ഇവരെ കൂട്ടിലേക്ക് ഇടാവേ. ചെല്ലേ കേറിക്കോ. കേറണ്ടേ? എനിച്ചും കേറണ്ടെന്ന്. ഞാൻ കേറുന്നു. കേറിക്കോട്ടോ. അവനാണല്ലോ മടി. നമുക്ക് അവർ ചോറ് വെച്ചിട്ടുണ്ട്. ഇല്ല അമ്മ അവരെ ഓടി അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. എന്നാ ഗായ്സ് അവരിവിടെ ഇരിക്കട്ടെ. ഇനി വഴിയെ ഇവർക്ക് ഇനി പരിചയമാകും അല്ലേ മമ്മേ? ഇപ്പൊ എവിടെ എന്താന്നൊന്നും അറിയില്ല. നമ്മള് കിഡ്നാപ്പ് ചെയ്ത പോലെയാണ് അവരുടെ നോട്ടമൊക്കെ. കുഞ്ചിന്റെ സൈസാണോടാ? കുഞ്ചിനെ പോലെ ഉണ്ടല്ലേ? പുഞ്ചിരി അമ്മയാന്നാ വിചാരിച്ചത്. കുഞ്ചിനെ കണ്ട പാടെ ഓടിച്ചെന്ന് അവന്റെ അടുത്ത്. ചോറ് തിന്നില്ലേ? പുഞ്ചി തന്നെ. പുഞ്ചിന്റെ പോലത്തെ മുഖമാണ്. പക്ഷെ നേരത്തെ നമുക്ക് നമ്മുടെ വർക്കില്ലാത്ത പോലത്തെ നിറാമേ. ഒരു ടൈപ്പ് പുള്ളിക്കളറൊക്കെ ഉണ്ട്. പുള്ളിക്കളറുണ്ട്. അതെ സാരല്ല ശീലമായിക്കോളും. അതെ. അപ്പൊ ഗൈസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അതെ ഇവരിവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ ചെയ്യട്ടെ. ഗായ്സ് ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പക്ഷെ നന്നായിട്ട് പെയ്യുന്നില്ല. ഈ ഭൂമി പോലും ഒന്നും നനയുന്നില്ല. ഞാൻ ഇറങ്ങി നിൽക്കുമ്പോ ഞാൻ നനയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും 2 ക്യൂട്ട് ബേബീസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അവരെ നമുക്ക് കെയർ ഒക്കെ ചെയ്യണം. അപ്പം അവരെ വേഗം തന്നെ പോയി നമ്മളെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പകുതി എത്തുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പൊ ഞാൻ അവരെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ബൈ.